ഹലോ കൂട്ടുകാരെ, ഹരിതഗ്രഹത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് വിത്തുകൾ പാകുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അതായത് എളുപ്പത്തിൽ തന്നെ എങ്ങനെ വിത്ത് മുളച്ച് വരാം എന്നുള്ളൊരു സൂത്രം കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കണേ. ഇന്ന് കുറച്ച് വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ വിത്തുകളൊക്കെ ഒന്ന് മുളപ്പിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പോട്ട് റൈസ് എടുത്തിട്ടുണ്ട്. അതിന് മണ്ണ് മിക്സ് ചെയ്യാനുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് ചകിരി കമ്പോസ്റ്റ് എടുത്തു. എൻ്റെ കയ്യിൽ കുറച്ച് വെർമി കമ്പോസ്റ്റ് ഉണ്ട്. അതും കൂടി അതിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കട്ടയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. കട്ട ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെടി വിത്ത് മുളച്ച് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കട്ടകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇത്രയും മതി. നമുക്ക് നല്ല കരുത്തോട് കൂടിയിട്ട് നമ്മുടെ ഈ വിത്തുകൾ മുളച്ച് വരും. ഞാൻ കുറച്ച് വെണ്ട വിത്തുകൾ മുളയ്ക്കാനായിട്ട് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ അടച്ച് വെക്കുന്ന സമയത്ത്, ഇതിനകത്ത് വിത്ത് പാകിയിട്ട് ഇങ്ങനെ അടച്ച് വെക്കുന്ന സമയത്ത് 2 ദിവസം കൊണ്ട് തന്നെ വെണ്ട മുളച്ച് വരും. അപ്പോൾ ഞാൻ മിനിയാന്ന് മുളയ്ക്കാനായിട്ട് ഇട്ടിട്ടുള്ള വെണ്ട വിത്തുകളാണ്. നല്ല കരുത്തോട് കൂടിയിട്ട് തന്നെ എല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഇതിന് മുൻപ് കൃഷിഭവനിൽ വാങ്ങിച്ചിട്ടുള്ള ചെടികളുടെ പോട്രൈസാണ്. നമുക്ക് ഇത് തന്നെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയ ശേഷം ഇതിൽ തന്നെ 2-3 തവണയൊക്കെ നമുക്ക് വിത്തുകൾ പാകാം. ഞാൻ നേരത്തെ കാണിച്ചു തന്ന വെണ്ടയ്ക്കയുടെ വിത്തും ഇതുപോലുള്ള പോട്രൈസിൽ തന്നെയാണ് പാകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഈ മണ്ണ് ഇതിലേക്ക് എങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് നോക്കാം. കുറച്ചിങ്ങനെ മണ്ണെടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കുഴികളിലേക്ക് നന്നായിട്ട് ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ പോട്രൈസിലും ഇതുപോലെ തന്നെ മിക്സർ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വിത്ത് പാവാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇത് കുറ്റിയമരൻ്റെ വിത്താണ്, ഇത് പടവലങ്ങ വിത്താണ്, ഇത് പാവലിൻ്റെ വിത്താണ്, ഇത് കുറ്റിപ്പയറിൻ്റെ വിത്താണ്, ഇത് വെള്ളരി വിത്താണ്, ഇതും കുറ്റിയമര വിത്ത് തന്നെയാണ്. ഇത് മല്ലി വിത്താണ്. ഞാനിതുവരെ പാകി നോക്കിയിട്ടില്ല, നോക്കണം. അപ്പോൾ ഇതിൽ പാകാൻ പറ്റില്ല, ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറ്റിയമരയുടെ വിത്ത് പാകാം. 10 രൂപയുടെ വിത്താണ് കേട്ടോ. അവിടെ അടുത്ത് തന്നെയുള്ള ഒരു കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. നമുക്കത് പാകാം. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒരു ഹോളിട്ട് കൊടുക്കുക. അതിലേക്ക് വിത്ത് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതെല്ലാം മൂടുന്നതിനാവശ്യമായിട്ടുള്ള മണ്ണ് ഇതിലേക്ക്, ചകിരിച്ചോറിൻ്റെ ആ ഒരു മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതും അമർത്തി കൊടുക്കുക. ട്രേസിലെല്ലാം തന്നെ വിത്തുകൾ പാകി മണ്ണെല്ലാം മൂടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നനച്ച് കൊടുക്കണം. അതിനായിട്ട് ഇത് സാധാരണ നമ്മൾ കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ്. അതിൻ്റെ അടപ്പ് ഭാഗത്ത് 2-3 ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നനച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ നനച്ച് കൊടുക്കണം കേട്ടോ. എല്ലാം അതുപോലെ നന്നായിട്ട് നനച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ വിത്ത് പാകിയിട്ട് ഒരു 2-3 ദിവസം ആയിട്ടുണ്ട്. നമ്മുടെ കുറ്റിപ്പയർ മുളച്ചിട്ടുണ്ട്. ഇത് വെള്ളരിക്കയാണ്. വെള്ളരിക്ക മുളച്ച് വരുന്നുണ്ട്. ഇത് ഞാനൊരു ബോക്സിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ അടച്ച് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് മുളച്ച് വരും. നമ്മുടെ ബാക്കി കുറ്റിപ്പയർ, അതുപോലെ നമ്മുടെ കുറ്റിയമര മുളച്ചിട്ടുണ്ട്. നിലക്കുള്ളത് മുളച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറേയും കൂടി മുളയ്ക്കാനുണ്ട്. ഇതും ഒരു ബോക്സിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. വെച്ചിട്ട് അടച്ച് വെക്കുക ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നന്നായി മുളച്ച് വന്ന് ഒരു അത്യാവശ്യം പറിച്ച് മാറ്റാനാവുന്നതിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വിത്ത് പാകി മുളപ്പിച്ച കുറ്റിയമര നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. നല്ല വലുതായിട്ടുണ്ട്. അതുപോലെ കുറ്റിപ്പയർ. ഇനി ഈ മുളച്ച് വരുന്നത് കൈപ്പക്കയാണ് കേട്ടോ. അത് മുളയ്ക്കാൻ കുറച്ചും കൂടെ ദിവസങ്ങളെടുക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വെള്ളരി
വെള്ളരിയും ഇതാ നല്ലതുപോലെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം.